സ്വയം പര്യാപ്തത എന്നത് കേവലം സാമ്പത്തിക സ്വാതന്ത്ര്യമല്ല, അത് വ്യക്തികളുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും വളർത്തുന്നതാണ്. ഇത് പറഞ്ഞത് രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ഗ്രാമസ്വരാജ്. സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളാകണം ഇന്ത്യയുടെ ആത്മാവെന്ന് അദ്ദേഹം കരുതി. സ്വാശ്രയ ഭാരതം എന്ന ആശയം വെറും സാമ്പത്തിക ലക്ഷ്യത്തിനപ്പുറം രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന ഒരു ജീവിത ശൈലിയാണെന്ന ബോധ്യത്തോടെ തന്നെയാണ് സ്വാതന്ത്ര്യാനന്തര ഭരണകൂടങ്ങൾ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോഴും അഴിക്കുംതോറും മുറുകുന്ന ചുവപ്പ് നാടകളുടെ കുരുക്കുകളും ലൈസൻസ് രാജിന്റെ താങ്ങാനാകാത്ത സമ്മർദ്ദവും വ്യവസായ സംരംഭകരെ വലച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ വ്യവസായ സംരംഭം തുടങ്ങുന്നതിനുള്ള കടുത്ത നൂലാമാലകളും മറ്റ് കടമ്പകളും ലഘൂകരിക്കാനുള്ള ശ്രമമുണ്ടായി. ഇത്തരം നടപടികളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് വീടുകളിൽ ആകെ വിസ്തീർണത്തിന്റെ പകുതി സ്ഥലത്ത് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനാകും വിധം ലൈസൻസ് വ്യവസ്ഥകൾ പരിഷ്കരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തു വന്നിട്ടുണ്ട്. മൂലധന നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ്, അനുമതി, രജിസ്ട്രേഷൻ ഫീസുകളും വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പുതിയ സംരംഭങ്ങളിൽ പലതിനും ലൈസൻസ് കിട്ടില്ലെന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ പരിഷ്കരണത്തോടെ അതിന് അറുതി വരും. കേരളത്തിന്റെ വ്യവസായ പുരോഗതിക്കും പുതിയ സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഈ തീരുമാനം ഏറെ ഫലപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കാം. ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയിലാണ് സ്വാശ്രയ ഭാരതത്തിന്റെ ഭാവി എന്നതിൽ സംശയമില്ല. ഈ സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ തൊഴിലില്ലായ്മ കുറയ്ക്കാനും സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കാനും ഇന്ത്യയെ ലോകത്തിന്റെ ഉൽപാദന ശക്തി കേന്ദ്രമാക്കി മാറ്റാനും സാധിക്കും. ഈ യാത്രയിലുള്ള കടമ്പകൾ ഓരോന്നായി ഒഴിവാക്കേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ചെറുകിട വ്യവസായങ്ങൾക്ക് സ്ഥലം കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ തടസ്സമായി പറയാറുള്ളത്. സ്വന്തമായി സ്ഥലം വാങ്ങുകയോ വാടകയ്ക്ക് എടുക്കുകയാണല്ലോ പരിഹാരം. എന്നാൽ സ്വന്തമായി സ്ഥലം കണ്ടെത്താനും വാങ്ങാനുമുള്ള ബുദ്ധിമുട്ട് കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് ചെറുതല്ല. പോരാത്തതിന് വലിയ മുടക്കുമുതലും വേണ്ടിവരും. വായ്പകളിലൂടെ സംരംഭകർ കടക്കണിയുടെ ഭീഷണിയിലാകുകയും ചെയ്യും. അതോടെ വ്യവസായ സംരംഭത്തിന്റെ മുന്നോട്ടുള്ള ഗതി ഞാണിന്മേൽ കളിയുമാകും. സ്ഥലം വാടകയ്ക്കെടുക്കാൻ ശ്രമിക്കുമ്പോഴും തടസ്സങ്ങൾ ഏറെയുണ്ട്. വ്യവസായങ്ങൾക്ക് സ്ഥലം വിട്ടുകൊടുക്കാൻ ഉടമകളിൽ പലരും മടിക്കും. കൂടാതെ ദീർഘകാല കരാറിന് താല്പര്യവും ഉണ്ടായില്ല. കരാർ വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഒഴിയാബാധയാകാനും ഇടയുണ്ട്. സംരംഭകന്റെ സ്വസ്ഥതയും ആത്മവിശ്വാസവും നഷ്ടപ്പെടുന്നത് സംരംഭത്തിന്റെ വിജയത്തെയും പ്രതികൂലമായി ബാധിക്കും. ഇതിനു പുറമെയാണ് നിയമപരമായ മറ്റു ചുറ്റിക്കെട്ടുകൾ. ഇതിനൊരു പരിഹാരമാകും പുതിയ വ്യവസ്ഥകൾ. നമ്പർ കിട്ടിയ കെട്ടിടങ്ങളിൽ വിനിയോഗ വ്യവസ്ഥകൾ പരിഗണിക്കാതെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ്, ഗ്രീൻ വിഭാഗത്തിലെ കാറ്റഗറി 2 സംരംഭങ്ങൾക്ക് ലൈസൻസ് നൽകുമെന്നാണ് സർക്കാർ വിജ്ഞാപനത്തിലുള്ളത്. കാറ്റഗറി 2-ൽ വ്യാപാര വാണിജ്യ സംരംഭങ്ങളാണുള്ളത്. എന്നാൽ അപ്പാർട്ട്മെന്റുകൾ, ഫ്ളാറ്റുകൾ, ലോഡ്ജുകൾ, സെമിനാറുകൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഡോർമെറ്ററികൾ, ടൂറിസ്റ്റ് ഹോമുകൾ, സർവീസ് വില്ലകൾ, ഹോസ്റ്റലുകൾ, കോൺഫറൻസ് ഹാളുകൾ എന്നിവയിൽ ലൈസൻസ് ലഭിക്കില്ല. സംരംഭങ്ങൾക്ക് 1000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് അനുമതി ഫീസ്. രജിസ്ട്രേഷൻ ഫീസ് 100 മുതൽ 15,000 രൂപ വരെ. കെട്ടിടത്തിന്റെ 50% കൂടുതൽ സ്ഥലം സംരംഭത്തിന് ഉപയോഗിക്കാനാകില്ല. സംരംഭകർ എന്ന നിലയിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം കേരളത്തിൽ ഉണ്ടെന്നാണ് 2024 സാമ്പത്തികാവലോകനത്തിൽ പറയുന്നത്. 2022-23 സംരംഭക വർഷം എന്ന പ്രത്യേക പ്രചാരണ പരിപാടിയിൽ തുടങ്ങിയ യൂണിറ്റുകളിൽ 1/3 സ്ത്രീകളുടേതാണ്. 37 യൂണിറ്റുകൾ ട്രാൻസ്ജെൻഡർമാരുടെയും. ഇതേറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ചില സംസ്ഥാന ലൈസൻസുകൾ നേടുന്നതിന് ഇപ്പോൾ തന്നെ ഇളവുകളുണ്ട്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെ ലൈസൻസുകൾ നേടുന്നതിൽ നിന്ന് 3.5 വർഷം ഒഴിവാക്കുന്നതാണ് ഈ നിയമം. സംരംഭകർ 3.5 വർഷത്തിനുള്ളിൽ ആവശ്യമായ ലൈസൻസുകൾ നേടിയാൽ മതി. അംഗീകാര സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് ഓൺലൈൻ പോർട്ടലായ കെ-സ്വിഫ്റ്റ് ഉപയോഗിക്കാനുമാകും. ഇങ്ങനെ ഒരു ഭാഗത്ത് സർക്കാർ പ്രോത്സാഹനം നൽകുമ്പോഴും മറുഭാഗത്ത് വ്യവസായ തൊഴിൽ മേഖലയിലെ നിഷേധാത്മകമായ രാഷ്ട്രീയ ഇടപെടലാണ് എക്കാലവും കേരള വ്യവസായ പുരോഗതിയെ പിറകോട്ടടിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളുടെ മനോഭാവത്തിലും കാഴ്ചപ്പാടിലും മാറ്റം വന്നാലേ ഉദ്ദേശിക്കുന്ന ഗുണഫലം നേടാനാകും. പുതിയ സംരംഭകർക്ക് ആത്മവിശ്വാസം നൽകാനായി നിരന്തര ബോധവൽക്കരണവും ആവശ്യമാണ്. സ്കൂൾ, കോളേജ് പാഠ്യപദ്ധതിയിൽ സ്വാശ്രയത്വം എന്നതിന് ഊന്നൽ നൽകുന്നത് വഴി രാഷ്ട്രപിതാവിന്റെ സ്വപ്നം ഭൂമിയിൽ തെളിഞ്ഞു കത്തും.